നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് പിന്നാലെ അധികാരമേറ്റ വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ജനപ്രിയ പ്രഖ്യാപനം യാഥാർത്ഥ്യത്തിലേക്ക്. കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ യാത്രാ പദ്ധതി എങ്ങനെയൊക്കെ നടപ്പാക്കണമെന്ന് ചർച്ച ചെയ്യുന്നതിനായുള്ള നിർണായക ഉന്നതതല യോഗം ഇന്ന് തലസ്ഥാനത്ത് ചേരും. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഗതാഗത വകുപ്പിലെയും ധനവകുപ്പിലെയും കെ.എസ്.ആർ.ടി.സിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. യു.ഡി.എഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര സർക്കാർ അധികാരമേറ്റ ഒരു മാസത്തിനുള്ളിൽ തന്നെ നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനത്തിന്റെ ആദ്യപടിയായാണ് ഇന്നത്തെ യോഗം. പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യത, യാത്രാ പരിധികൾ, സ്വകാര്യ ബസ് ഉടമകളുടെ ആശങ്കകൾ എന്നിവ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യും. കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സ്ത്രീകൾക്കായി വി.ഡി. സതീശൻ സർക്കാർ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സൗജന്യ യാത്രാ പദ്ധതിയുടെ കൃത്യമായ മാനദണ്ഡങ്ങളും ഏതെല്ലാം ബസ്സുകളിലാണ് ഈ ആനുകൂല്യം ലഭ്യമാവുക എന്നതും സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവരികയാണ്. കോർപ്പറേഷന്റെ എല്ലാ സർവീസുകളിലും ഈ ആനുകൂല്യം ലഭ്യമാകില്ലെന്നാണ് നിലവിലെ സൂചനകൾ വ്യക്തമാകുന്നത്. പ്രാഥമിക ധാരണകൾ അനുസരിച്ച് സാധാരണക്കാരായ യാത്രക്കാർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ്, ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യ യാത്ര അനുവദിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. അതേസമയം എ.സി, സ്ലീപ്പർ, പ്രീമിയം, സൂപ്പർ ക്ലാസ് തുടങ്ങിയ ആഡംബര സർവീസുകളെ ഈ പദ്ധതിയുടെ പരിധിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയേക്കും. അയൽ സംസ്ഥാനങ്ങളായ കർണാടകയിലെ ശക്തി പദ്ധതി, തമിഴ്നാട്ടിലെ സൗജന്യ യാത്രാ സംവിധാനം എന്നിവയുടെ മാതൃകകൾ വിശദമായി പഠിച്ച ശേഷമാണ് ആഡംബര ബസ്സുകൾക്ക് ഇളവ് നൽകേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിച്ചേരുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള ദൂരപരിധി, പ്രായപരിധി എന്നിവ സംബന്ധിച്ച കാര്യങ്ങളിൽ ഇന്ന് നടക്കുന്ന ഉന്നതതല യോഗത്തിൽ അന്തിമ വ്യക്തതയുണ്ടാകും. എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും ഈ ആനുകൂല്യം ഒരേപോലെ ലഭ്യമാക്കാനാണ് സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. എങ്കിലും ഈ സൗജന്യം സംസ്ഥാനത്തിനകത്തുള്ള യാത്രക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമോ അതോ അന്തർ സംസ്ഥാന സർവീസുകളിൽ കേരളത്തിന്റെ അതിർത്തി വരെയുള്ള യാത്രക്കാർക്ക് ബാധകമാക്കണമോ എന്ന കാര്യത്തിൽ ഗതാഗത ധനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് മാത്രമേ അന്തിമ തീരുമാനമെടുക്കൂ. ഈ മാനദണ്ഡങ്ങൾ കൃത്യമായി നിശ്ചയിക്കുന്നതിലൂടെ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പും ഒപ്പം കെ.എസ്.ആർ.ടി.സിയുടെ സാമ്പത്തിക ഭദ്രതയും ഉറപ്പുവരുത്താനാണ് പുതിയ യു.ഡി.എഫ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ കോർപ്പറേഷന് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിലെ കണക്കുകൾ പ്രകാരം ദിവസേന ലക്ഷക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന കെ.എസ്.ആർ.ടി.സിയിൽ ഏകദേശം 12 ലക്ഷത്തോളം സ്ത്രീകളാണ് പ്രതിദിനം യാത്ര ചെയ്യുന്നത്. പുതിയ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ് ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇതേ തുടർന്ന് കെ.എസ്.ആർ.ടി.സിക്ക് പ്രതിമാസം 60 കോടി രൂപയുടെ നഷ്ടവും വർഷത്തിൽ ഏകദേശം 720 കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യതയും ഉണ്ടാകുമെന്നാണ് ഏകദേശ സാമ്പത്തിക രൂപരേഖകൾ സൂചിപ്പിക്കുന്നത്. ഈ വൻ സാമ്പത്തിക ബാധ്യത പൂർണ്ണമായും സർക്കാർ സബ്സിഡിയായി കെ.എസ്.ആർ.ടി.സിക്ക് നേരിട്ട് നൽകാനാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ നീക്കം നടക്കുന്നത്. എന്നാൽ ഈ തുക കൃത്യസമയത്ത് കോർപ്പറേഷന് കൈമാറിയില്ലെങ്കിൽ അത് കെ.എസ്.ആർ.ടി.സിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെയും ജീവനക്കാരുടെ ശമ്പള വിതരണത്തെയും ഗുരുതരമായി ബാധിക്കുമെന്ന കർശന മുന്നറിയിപ്പ് ധനവകുപ്പ് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതോടെ വലിയ പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് മേഖലയെ അനുനയിപ്പിക്കാനും അവരുടെ ആശങ്കകൾ പരിഹരിക്കാനുമുള്ള സജീവ ശ്രമങ്ങൾ വി.ഡി. സതീശൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തിന്റെ 70% കൈയാളുന്നത് സ്വകാര്യ ബസ്സുകളായതിനാൽ തന്നെ ഈ മേഖലയെ അവഗണിച്ചുകൊണ്ട് പൊതുഗതാഗത രംഗത്ത് മുന്നോട്ടു പോകാൻ സർക്കാരിന് കഴിയില്ല. കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യം ലഭിക്കുന്നതോടെ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന സ്ത്രീ യാത്രക്കാരുടെ എണ്ണം കുത്തനെ കുറയുമെന്നും ഇത് നിലവിൽ കനത്ത നഷ്ടത്തിലോടുന്ന സ്വകാര്യ ബസ് വ്യവസായത്തെ പൂർണ്ണമായും തകർക്കുമെന്നുമാണ് ബസ് ഉടമകൾ വാദിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഉടലെടുക്കാവുന്ന വലിയൊരു സമര സാധ്യതയോ പ്രതിഷേധങ്ങളോ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വകാര്യ ബസ് ഉടമകളുടെ പ്രതിനിധികളുമായി സർക്കാർ പ്രത്യേക ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ്. സ്വകാര്യ ബസ്സുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള റോഡ് നികുതി ഇളവുകൾ അനുവദിക്കുകയോ അല്ലെങ്കിൽ കാലങ്ങളായി ബസ് ഉടമകൾ ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർധനവ് നടപ്പിലാക്കുകയോ ചെയ്ത് ഈ പ്രശ്നത്തിന് ഒരു മധ്യസ്ഥ പരിഹാരം കണ്ടെത്താനുള്ള വിവിധ സാധ്യതകളാണ് നിലവിൽ സർക്കാർ തലത്തിൽ പരിശോധിച്ചു വരുന്നത്. കെ.എസ്.ആർ.ടി.സിയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി ചർച്ച ചെയ്യുന്നതിനായുള്ള നിർണായക ഉന്നതതല യോഗം നടക്കുമ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലിയ ആകാംക്ഷ ഉണർത്തുന്നത് പുതിയ ഗതാഗത മന്ത്രിയുടെ സാധ്യതയെക്കുറിച്ചാണ്. കഴിഞ്ഞ മെയ് 18-നാണ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള യു.ഡി.എഫ് മന്ത്രിസഭ ഔദ്യോഗികമായി അധികാരമേറ്റതെങ്കിലും മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം ഇതുവരെ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല.
എങ്കിലും ഗതാഗത വകുപ്പിന്റെ വരും ദിവസങ്ങളിലെ ചുമതല CMP നേതാവായ CP ജോണിനായിരിക്കുമെന്നാണ് UDF ഉന്നത വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിശ്വസനീയമായ സൂചനകൾ. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട വേളയിൽ തനിക്ക് ഈ വകുപ്പ് ലഭിക്കുമെന്ന വാർത്തകൾ അദ്ദേഹം നിഷേധിക്കാതിരുന്നതും ഈ സാധ്യതയ്ക്ക് അടിവരയിടുന്നു. ഈ സാഹചര്യത്തിൽ വകുപ്പ് വിഭജനത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നും വൈകുന്നേരം നടക്കുന്ന നിർണായക യോഗത്തിൽ പുതിയ ഗതാഗത മന്ത്രി എന്ന നിലയിൽ CP ജോൺ തന്നെ പങ്കെടുക്കുമെന്നുമാണ് സെക്രട്ടേറിയറ്റ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. പുതിയ മന്ത്രിയുടെ സാന്നിധ്യം ആദ്യം ഗ്യാരണ്ടി പദ്ധതിയുടെ തുടർ നടപടികൾക്ക് കൂടുതൽ വേഗത നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത്തരമൊരു വിപ്ലവകരമായ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ അയൽ സംസ്ഥാനങ്ങളിലെ മാതൃകകൾ സർക്കാർ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റയുടൻ കർണാടകയിൽ നടപ്പിലാക്കിയ ശക്തി പദ്ധതി പ്രകാരം ഓർഡിനറി നഗര സർവീസുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിട്ടുണ്ടെങ്കിലും AC ലക്ഷറി ബസ്സുകളെ അതിന്റെ പരിധിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയിരുന്നു. സമാനമായ രീതിയിൽ തമിഴ്നാട്ടിലും ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും സാധാരണ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും പ്രായോഗിക വശങ്ങളും സാമ്പത്തിക മാതൃകകളും കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ടായിരിക്കും കേരളത്തിലെയും അന്തിമ യാത്രാ മാനദണ്ഡങ്ങൾക്ക് രൂപം നൽകുക. കേരളത്തിലെ സ്ത്രീ വോട്ടർമാരെ UDF മുന്നണിയിലേക്ക് വലിയ തോതിൽ അടുപ്പിക്കുന്നതിനും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് നിർണായക വിജയം സമ്മാനിക്കുന്നതിനും കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നാണിത് എന്നതിനാൽ തന്നെ നിലവിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഈ പദ്ധതി മാതൃകാപരമായി നടപ്പാക്കുക എന്നത് VD സതീശൻ സർക്കാരിന്റെ അന്തസ്സും രാഷ്ട്രീയ നിലനിൽപ്പും ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഒരു വലിയ തീരുമാനമാണ്. എന്നാൽ കടുത്ത ഖജനാവ് പ്രതിസന്ധി നേരിടുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് പ്രതിമാസം ഉണ്ടാകുന്ന ഈ 60 കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത ദീർഘകാലാടിസ്ഥാനത്തിൽ എങ്ങനെ താങ്ങാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ഇതിനു പുറമെ വിഭാവനം ചെയ്യുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ബസ്സുകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ത്രീ യാത്രക്കാരുടെ വൻ തിരക്ക് നിയന്ത്രിക്കാനും ഉൾക്കൊള്ളാനും ആവശ്യമായ രീതിയിലുള്ള കൂടുതൽ ബസ്സുകളും ജീവനക്കാരും നിലവിൽ പ്രതിസന്ധിയിലായ KSRTCക്ക് ഉണ്ടോ എന്നതും ഗൗരവകരമായി ചിന്തിക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് പൊതുഗതാഗത സൗകര്യങ്ങൾ വളരെ കുറവുള്ള കേരളത്തിലെ മലയോര ഗ്രാമീണ മേഖലകളിൽ ഈ സൗജന്യ യാത്രാ പദ്ധതിക്ക് എത്രത്തോളം ഫലപ്രദമായും തുല്യമായും നടപ്പിലാക്കാൻ കഴിയുമെന്നതും വരും ദിവസങ്ങളിൽ സർക്കാരിന് വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഉയർത്തും. അതുകൊണ്ട് തന്നെ ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്ന ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങളും ചർച്ചകളും പുറത്തുവരുന്നതോടെ മാത്രമേ ഈ ജനപ്രിയ പദ്ധതിയുടെ കൃത്യമായ രൂപരേഖയും പ്രായോഗികമായ നടത്തിപ്പ് രീതികളും ജനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും വ്യക്തമാകുകയുള്ളൂ.